ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പെട്ടിയിലിരിക്കുന്ന സിനിമകൾ. ഒരുപാട് സിനിമകൾ വളരെ പ്ലാനിങ് ഇല്ലാതെ ഷൂട്ടിംഗ് ആരംഭിക്കും. മിക്കവരും ഡയറക്ടറുടെ, പ്രൊഡ്യൂസറെ, മറ്റേ ആൾക്കാരൊക്കെ വലിയ പ്ലാനിങ് ഇല്ലാതെ ഷൂട്ടിംഗ് ആരംഭിക്കും. പാതി വഴി നിർത്തിയ ഒത്തിരി സിനിമകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അന്ന് സിനിമ ചരിത്രം മുതൽ, അതായത് ചെന്നൈയിലാണ് സിനിമയുടെ തുടക്കമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ മലയാളം സിനിമയുടെ തുടക്കം ചെന്നൈ ബേസ്ഡാണ്. ഇപ്പോഴാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ ആയിട്ട് ഷൂട്ടിങ് പുരോഗമിക്കുന്ന, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ ഹബ്ബായി മാറിയ കൊച്ചിയൊക്കെ ആയത്. അതിനു മുമ്പ് എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാവരും ചെന്നൈക്കാണ് പോകുന്നത്. ചെന്നൈയിലാണ് മെയിനായിട്ടുള്ള ഡബ്ബിങ് സ്റ്റുഡിയോകൾ, മെയിനായിട്ട് ഇൻഡോർ ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉള്ള സ്റ്റുഡിയോകൾ ഒക്കെ. കൊച്ചിയിലെ രാമോർജാലും ഹൈദരാബാദിലെ ഫിലിം സിറ്റിയൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ചെന്നൈയിൽ അടയാറ്, ആ ബേസ്ഡ് അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്നത്. അരുണാചലം സ്റ്റുഡിയോസ്, അങ്ങനെ ഒട്ടുമിക്ക ചെന്നൈ ബേസ്ഡ് ആയിരുന്നു സിനിമ, അല്ലാതെ മലയാളം സിനിമ ഇൻഡസ്ട്രി ഫുള്ളും. ആ സമയത്ത് ഒരുപാട് സിനിമകൾ ആ സമയത്ത് ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഷൂട്ടിങ് പാതി വഴി നിർത്തിയ ഒരുപാട് സിനിമകളുണ്ട്. ഇതിൽ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിനിമകൾ വലിയ പ്ലാനിങ് ഇല്ലാതാണ് പലപ്പോഴും തുടങ്ങുന്നത്. പ്ലാനിങ് ഇല്ല എന്ന് പറഞ്ഞാൽ ബജറ്റിനെ കുറിച്ചോ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ചൊന്നും പ്ലാനിങ് ഇല്ലാതെ സിനിമ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം നടന്മാരുടെ ഡേറ്റ്, നടന്മാരുടെ സൗകര്യം അനുസരിച്ച് ഈ സിനിമ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, ഒരു യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങിയാൽ അതിനിടയ്ക്ക് നമുക്കിപ്പോൾ അറിയാം, ഈ കോൺക്രീറ്റ് മെഷീൻ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് സിമെൻറ്റ് ഇടണം, കറക്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ആ യന്ത്രം വെറുതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞ പോലെ പല ഷൂട്ടിംഗ് സൈറ്റുകളിലും നടന്മാരുടെ അഭാവം വന്നു. നടന്മാർ വേറെ സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് പോയി. അതുപോലെ തന്നെ നടിമാർ വേറെ സിനിമകൾക്ക് പോയി. ഡയറക്ടറും അല്ലെ ചില ടെക്നീഷ്യന്മാർ മാത്രം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാതായി. ഇങ്ങനെയൊക്കെ വന്ന്, അല്ലെങ്കിൽ പാതി വഴിയിൽ ചിലപ്പം ഈഗോ പ്രശ്നങ്ങൾ കൊണ്ട്, ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട്, ചില നടന്മാരുടെ ഡേറ്റിൽ പ്രശ്നങ്ങൾ കൊണ്ട്, ചില ഈഗോ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില നടന്മാർക്ക് റോളിൽ ഇഷ്ടപ്പെടാതെ വരിക, അതായത് ഷൂട്ടിങ് കഴിഞ്ഞ് ഇഷ്ടപ്പെടാതെ വരിക. എഗ്രിമെൻ്റൊക്കെ ചെയ്യുമെങ്കിലും ചിലപ്പം ഇന്നത്തെ കാലത്തും ഒക്കെ തന്നെ ഒരു ഡയറക്ടറേക്കാൾ, പ്രൊഡ്യൂസറേക്കാൾ ഏറ്റവും പവർഫുള്ളായ ഒരു ആളെന്ന് പറഞ്ഞ ഒരു നായക നടൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. നായക നടിയല്ല, ഒരു നായക നടൻ തന്നെയാണ് പവർഫുൾ, സിനിമയിലെ ഏറ്റവും വലിയ പവർഫുള്ളായ വ്യക്തികൾ. കാരണം ആ നായകന് എവിടെയെങ്കിലും ഒരു അപാകത തോന്നിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ നായികയെ മാറ്റണമെന്ന് നായകൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ നായികയെ മാറ്റിയിരിക്കണം. അതാണ് ആ നായകൻ. അല്ലെ നായകൻ എഗ്രിമെൻറ്റോ മറ്റൊന്നുമല്ല അവിടെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ ഒരുപാട് സിനിമകൾ പെട്ടിയിലായിട്ടുണ്ട്. ഇപ്പോഴും മലയാള സിനിമയിൽ ചിലതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് പാതി വഴിയിൽ നിർത്തേണ്ട വന്നിട്ടുണ്ട്. ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷന്, നടന്മാരുടെ സംഘടനകളൊക്കെ ഇടപെട്ട് വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സിനിമ പിടിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന് ആഗ്രഹിച്ച പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രൊഡ്യൂസർമാർ, ഇപ്പം നമ്മളിത് ലോട്ടറി അല്ലെങ്കിൽ ഒരുപോലെ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി കുറച്ച് എമൗണ്ട് മുടക്കി, അല്ലെങ്കിൽ ചിലപ്പം വീട് വിറ്റായിരിക്കും, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കടമെടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവൊക്കെ വിറ്റായിരിക്കും അന്നത്തെ കാലത്തൊക്കെ ചില പ്രൊഡ്യൂസറാകാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ വളരെ സാമ്പത്തികം മുടക്കി ഒരു സിനിമ പിടിക്കും. ഒരുപക്ഷെ ഇവർക്ക് വീട് മാത്രം കാണത്തുള്ളൂ, ബാക്കി എല്ലാവരും വിറ്റ് സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് വെച്ച് അടുത്ത കാര്യം ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേനും സിനിമ പാതി വഴിയിലാകും, സിനിമ മുന്നോട്ട് നടക്കാതാകും, കയ്യിലുള്ള പൈസയും ചിലവായി. ചിലർക്ക് ആത്മഹത്യ ചെയ്ത് ഒരുപാട് പേര്, അവരെയൊക്കെ സിനിമയുടെ മുഖ്യധാരയിലോട്ട് എത്താതെ തന്നെ സിനിമയിൽ നിന്ന് ഔട്ടായ പലരുമുണ്ട്. കാരണം ഇന്നത്തെ പ്രൊഡ്യൂസർമാർ, അതിനൊക്കെ മുമ്പ് ഇപ്പോഴും പലർക്കും അബദ്ധം പറ്റി പലരും സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവസാനം ഒരു രൂപ പോലും കിട്ടാതെ പടം 8 നിലയിൽ പൊട്ടി, അങ്ങനെ വരുന്ന ഒത്തിരി പ്രൊഡ്യൂസർമാരുണ്ട്. പക്ഷേ അതൊക്കെ മാറി ഇപ്പം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഒരു സിനിമ പിടിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ നായക നടനെ അനുസരിച്ച് സാറ്റലൈറ്റ് റൈറ്റ്, സോങ്സിൻ്റെ റൈറ്റ്സ്, പിന്നെ നെറ്റ്ഫ്ലിക്സ് അതുപോലൊക്കെയുള്ള
ഓൺലൈൻ OTT പ്ലാറ്റ്ഫോമുകൾ, ഇവരൊക്കെ സിനിമ എടുത്തു കഴിയുമ്പോഴത്തേന് ഒരു പ്രൊഡ്യൂസർക്ക് ഒന്ന് ആശ്വാസം കിട്ടും. കാരണം കുറച്ച് എമൗണ്ട് മുടക്കിയതിൻ്റെ കുറച്ച് എമൗണ്ട് കൈ കിട്ടും. ഇപ്പം പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് സിനിമ ഫുൾ എമൗണ്ട് മുടക്കി സിനിമ പിടിക്കണം. അതിനിടയ്ക്ക് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർ വഹിച്ചോണം. എന്നിട്ട് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുത്ത് അവിടുന്ന് തിയേറ്ററുകളിൽ കളിക്കണം, തിയേറ്ററുകളിൽ ഓടിക്കണം. തിയേറ്ററിൽ ഓടി കിട്ടുന്ന എമൗണ്ടാണ് ഇവരുടെ. പിന്നെ പരസ്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. തിയേറ്ററിൽ നിന്ന് ഓടി കിട്ടുന്ന എമൗണ്ടാണ് ഇവരുടെ കളക്ഷൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു അന്നത്തെ പ്രൊഡ്യൂസർമാർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നതൊക്കെ മാറി. ഇന്നൊക്കെ പ്രൊഡ്യൂസർക്ക് ഒരുപക്ഷെ പരസ്യ ഏജൻസികൾ തന്നെ ഒരു സിനിമ പിടിക്കുമ്പോൾ തന്നെ അവരെ അപ്രോച്ച് ചെയ്യും. കാരണം ഈ സിനിമയുടെ എവിടെയെങ്കിലും ഒരു പരസ്യത്തിൻ്റെ ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു നായകൻ കോഫി കുടിക്കുന്ന ഒരു സീനുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഫി കുടിക്കുന്ന സീനാക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ ആ ഹോട്ടലിലോട്ട് വരുന്ന സീൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് വെച്ച് നടത്തുന്ന രംഗങ്ങൾ, ഇതൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് സിനിമ പ്രൊഡ്യൂസർമാർ, ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർ കൈ പൊള്ളാറില്ല. വലിയ കൈ പൊള്ളൽ പറ്റാറില്ല. പക്ഷെ അന്നത്തെ പ്രൊഡ്യൂസർമാർ അപ്പോൾ ഈ പ്രൊഡ്യൂസർമാർക്ക്, ഇന്നത്തെ പ്രൊഡ്യൂസർമാർക്ക് വളരെ എമൗണ്ടൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് സിനിമ പിടിച്ച്, പക്ഷേ വലിയ തിയേറ്ററിൽ അധികം നാൾ ഓടിയില്ല. എങ്കിൽ തന്നെ മുടക്ക് മുതൽ കൈ കിട്ടി. വലിയ ലാഭമില്ല, ഒരു 10-12 ലക്ഷം രൂപയുടെ അടുത്ത് ലാഭവും കിട്ടി. അങ്ങനെ ഇപ്പോഴാണ് സിനിമ റൺ ചെയ്തു പോകുന്നത്. വലിയ ലാഭമില്ല, വലിയ നഷ്ടവും ഇല്ലാതെ സിനിമകൾ ഈ കാലഘട്ടത്തിൽ സിനിമ പിടിക്കാവുന്നതാണ് ചെറിയ പ്രൊഡ്യൂസർമാർക്ക്. വലിയ എമൗണ്ടൊന്നും മുടക്കാതെ നടന്മാർ, നല്ലൊരു നടനാണെങ്കിൽ ആ നടൻ്റെ സ്റ്റാർ വാല്യൂ വെച്ച് നമുക്ക് OTTയിൽ നിന്നും സാറ്റലൈറ്റ് റൈറ്റിൽ നിന്ന് എമൗണ്ട് നമുക്ക് കിട്ടി. വേണേൽ പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എമൗണ്ട് ഈ ഷൂട്ടിങ്ങിൻ്റെ കിട്ടി നമുക്ക് 100% സിനിമ പൂർത്തിയാക്കാൻ പറ്റും. അത് തന്നെയല്ല, പൂർത്തിയാക്കാത്ത സിനിമകൾ നമുക്ക് വിൽക്കാം വേണമെങ്കിൽ. ഇന്നത്തെ കാലത്ത് നല്ല പ്രൊഡ്യൂസർമാരുണ്ട്. സിനിമയുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞാൽ അഥവാ പൂർത്തിയാകാൻ ബഡ്ജറ്റ് കൂടുതൽ വരുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല പ്രൊഡ്യൂസർ ഫിലിം കമ്പനികൾക്ക് വിൽക്കുക, അവർ ബാക്കി ചെയ്തോളും. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇന്നത്തെ കാലത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. പണ്ടത്തെ കാലത്ത് ഒരു സിനിമ 100% തിയേറ്റർ വഴി ഓടണം. അതുപോലെ തന്നെ ഒരു തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ചെന്ന് അവിടെ ചെന്ന് ആ സിനിമ കാണണം, കണ്ട് ടിക്കറ്റ് എടുത്ത് ഫാമിലിയോടെ കണ്ട് അത് പൈസയാകണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അത് ഒരുപാട് പ്രോസസ്സുകൾ നടന്നാണ് പോകുന്നത്. കാരണം ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു ഹർത്താലോ, അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു മഴ പെയ്യുകയോ, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയമോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്നുള്ള ആ കളക്ഷൻസ് കുറവായിരിക്കും. കുറവാകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ സിനിമ പരാജയമായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് പല സിനിമകളും പെട്ടിയിലായിരിക്കും. ചില സിനിമകൾക്ക് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഈ പ്രൊഡ്യൂസർമാരുടെ ഇത്രയും കഥകൾ പറഞ്ഞേന്ന്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കഥകൾ പറഞ്ഞതിൽ ഇതിൽ നിന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിൽ നിന്നാണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്തിനെ. അപ്പം ആ സുഹൃത്തിനോട് ഞാൻ വളരെ അടുത്തു. അപ്പം സുഹൃത്ത് തമിഴൊക്കെ ഒരുമാതിരി സംസാരിക്കുമ്പം ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു തമിഴൊക്കെ എങ്ങനെ പഠിച്ചു. അപ്പം ഞങ്ങൾ വർഷങ്ങളായിട്ട്, ഞങ്ങളുടെ അപ്പച്ചൻ മുതൽ ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. ഞങ്ങൾ ഈ ഒരു 4-5 വർഷമായിട്ടുള്ളൂ കേരളത്തിലോട്ട് വന്നിട്ട്. പിന്നെ വർഷത്തിൽ ചില അവധി കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കേരളത്തിൽ വരും എന്ന് പറഞ്ഞ് സംസാരിച്ചു. അപ്പം ഞാൻ സംസാരിച്ചു, നിങ്ങളുടെ അപ്പച്ചന് അല്ലെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അവിടെ ജോലി വല്ലതുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമൊന്നും മിണ്ടിയില്ല. കുറച്ച് ഞങ്ങൾ അവിടുത്തെ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു അപ്പച്ചൻ പ്രൊഡ്യൂസറായിരുന്നു എന്ന് പറഞ്ഞു സിനിമയിൽ. അപ്പം ഞാൻ ചോദിച്ചു പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം പേരൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് ഞാൻ കളിയാക്കിയപ്പം സുഹൃത്ത് പറഞ്ഞു സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ എൻ്റെ വീട്ടിൽ ചെന്നപ്പം കുറേ ഫോട്ടോകൾ തന്നു. അപ്പച്ചനും അച്ഛനും ഒക്കെ ഈ നസീർ, പ്രേം നസീർ, മധു, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേരുമായിട്ട് ഈ ഫോട്ടോ നിൽക്കുന്ന ഒരു ആൽബം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. നമ്മുടെ യേശുദാസ്, ഇതുപോലുള്ള ഒത്തിരി ഈ ആൾക്കാരുമായിട്ട് നിൽക്കുന്ന മമ്മൂട്ടി, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ആൽബം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് ഇത് കാണിച്ചു, ഇത് അപ്പച്ചൻ്റെ ഫോട്ടോയാണ്. ആ അപ്പച്ചന ശരിയാണ്, അപ്പച്ചൻ്റെ ഫോട്ടോയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ഫോട്ടോയ്ക്കകത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരിയാ, ഓക്കെ. അപ്പം ഞാനിങ്ങനെ കുറേ സംസാരിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കും.
അപ്പോൾ സംസാരിച്ചപ്പം പറഞ്ഞു അത് ഞങ്ങളുടെ അപ്പച്ചന് ആത്മഹത്യ ചെയ്ത്. അപ്പം ഞാൻ ചോദിച്ചു അതെന്ത് പറ്റിയ ആത്മഹത്യ? അപ്പം പറഞ്ഞു കടം കയറി, സിനിമ പിടിച്ച് കടം കയറി. കാരണം അതെന്താ ചോദിച്ചാൽ ഞാൻ പറയുന്നില്ല അതേപ്പറ്റി. 2-3 സിനിമകൾ മലയാളത്തിൽ എടുത്തു. മലയാളത്തിൽ ആദ്യകാലങ്ങളിൽ 2-3 സിനിമകളെടുത്ത് 2-3 സിനിമകളിൽ ആദ്യത്തെ 2 സിനിമകളിൽ വൻ വിജയമായിരുന്നു. വൻ വിജയമായി കഴിഞ്ഞപ്പോൾ 3ാമത്തെ സിനിമ പരാജയമായപ്പോൾ അത് നസീർ സാറിനെ വെച്ചായിരുന്നു ആ സിനിമ ചെയ്തത്. അദ്ദേഹം ആ പൈസ, അതായത് അദ്ദേഹത്തിന് കൊടുത്ത റെമ്യൂണറേഷൻ തിരിച്ചു കൊടുത്തു. കഴിഞ്ഞപ്പം പിന്നെ ഇദ്ദേഹത്തിന് ഈ അപ്പച്ചന് എന്തെങ്കിലും ഒരു, ഞങ്ങൾ ഈ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ നവോദയ അപ്പച്ചനൊന്നുമല്ല, ഇത് വേറെ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പേര് പറഞ്ഞാൽ ആ ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പേര് പറയാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ കണ്ടെത്താം. നസീറിൻ്റെ ഒരു പടം. അപ്പം ഈ നസീറിൻ്റെ പൈസ ഇദ്ദേഹം തിരിച്ചു കൊടുത്തു. പ്രേം നസീർ റെമ്യൂണറേഷനായിട്ട് കൊടുത്ത എമൗണ്ട് ഈ പ്രൊഡ്യൂസർക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഈ അപ്പച്ചൻ എങ്ങനെയെങ്കിലും കര കയറണമെന്ന് വിചാരിച്ച് ഒരു സിനിമയുടെ അടുത്ത് ഈ പരിപാടി അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പം വളരെ കഥ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കഥ കേട്ടു. അപ്പം ഈ സിനിമ പ്രൊഡ്യൂസർ, അതായത് അന്നത്തെ കാലത്ത് മലയാളത്തിലെ തമിഴിലെയാന്ന് തോന്നുന്നു ഒരു വലിയ ഡയറക്ടറെ വെച്ച് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തു. അത് നസീർ അതിൽ അഭിനയിച്ചില്ല, വേറൊരു മലയാളത്തിലെ നടനാണ് അത് അഭിനയിച്ചത്. മലയാളത്തിലെ ആ നസീറിൻ്റെ ആ കാലഘട്ടത്തിലുള്ള നടൻ ആ സിനിമയിൽ അഭിനയിച്ചു. കുറച്ച് ടൈം, ഒരു 2 മാസം എങ്ങാണ്ട് സിനിമ റൺ ചെയ്തു. റൺ കഴിഞ്ഞ് 3ാമത്തെ മാസം റൺ ചെയ്യാനുള്ള പൈസയില്ല, ബജറ്റിൽ കൂടുതൽ പൈസയാകാൻ തുടങ്ങിയപ്പോൾ ഈ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കര കയറി, അത് കാരണം ഇത് ഭയങ്കര ഹിറ്റാവുമെന്നാണ് ഒരുപാട് പ്രൊഡ്യൂസർമാരല്ല അതിൻ്റെ കൂടെ ആ സമയത്തുള്ള പ്രൊഡ്യൂസർ ഡയറക്ടറൊക്കെ പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം ഈ പൈസ ഇല്ലാതെ വന്നപ്പോൾ ഇദ്ദേഹം പലയിടത്തു നിന്നും കടം വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ബാങ്കുകളിൽ നിന്ന് മാക്സിമം കടം വാങ്ങിച്ചിട്ടും 15 ദിവസം എങ്ങാണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും 15 ദിവസം മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹത്തിന് ചെന്നൈയിലൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റു. കഴിഞ്ഞപ്പോഴത്തേന് ഒന്നുമില്ല. പിന്നെ ഒരു പ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, ആ പ്രസ്സും വിറ്റു. അത് വീടും ഇപ്പോൾ ഒന്നുമില്ല, ഒരു വാടക ഒരു ബിൽഡിങ്ങിലേക്ക് മാറി. കാരണം ഇതെല്ലാം പിന്നീട് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ തന്നെ അവർ ആ സംഗതി പോയി. അങ്ങനെ പൈസ നല്ലൊരു എമൗണ്ട് മുടക്കി സിനിമ തിയേറ്ററിൽ ഓടിക്കാൻ തീരുമാനിച്ചു പ്രൊഡ്യൂസർ. നല്ല സാമ്പത്തികം, കാരണം ഇത് തിരിച്ചു കിട്ടും, അല്ല ഇത്ര ദിവസത്തേക്കുള്ളിൽ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തുടങ്ങി. അങ്ങനെ തിയേറ്ററിൽ ഓടാൻ തുടങ്ങി. കേരളത്തിലെ തിയേറ്ററുകളിലെ തമിഴ്നാട്ടിലെ മലയാള സിനിമയിലെ കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടിച്ചു. പക്ഷേ സിനിമ അത്ര ക്ലിക്കായില്ല, വൻ പരാജയമായിപ്പോയി. ആ നടൻ അതോടെ ഫീൽഡ് ഔട്ടായി. പിന്നീട് സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഈ ബാങ്കുകളിൽ നിന്ന് മറ്റിടത്തുള്ള കടങ്ങൾ വീടാനുള്ള നിവൃത്തികേട് ഉണ്ടായപ്പോൾ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ആത്മഹത്യ ചെയ്തു. തുടർന്ന് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനും അച്ഛൻ്റെ പെങ്ങളും 2 മൂത്ത ജ്യേഷ്ഠന്മാരും ഇവരൊക്കെ ചെന്നൈയിൽ എവിടെയോ ജോലി, വേറെ ഇവർ പ്രൊഡ്യൂസർ മക്കളല്ലെന്ന് പറഞ്ഞ് ഇവർ വേറെ എവിടെയൊക്കെയോ ചെറിയ ജോലി നോക്കി. ഇവർ ആ സിനിമ എന്ന് പറയുന്നത് കേൾക്കുമ്പം തന്നെ ഇവർക്ക് ഒരു അലർജിയായിട്ട് ഇവർ ആ സിനിമ കാണാൻ പോലും ഇവർക്ക് താല്പര്യമില്ലാതെ ഇവർ ചെന്നൈയിലെ ചില സ്ഥലത്തൊക്കെ ജോലി ചെയ്ത് ഇങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കി അവർ ചെറിയൊരു വീടൊക്കെ വെച്ചു. അവർ 3 പേരും ചെന്നൈയിൽ സെറ്റിൽഡായിട്ട് അതിൽ ഏറ്റവും ഇളയ ആളുടെ മകനാണ് ഈ കേരളത്തിലെയും ഈ 4 വർഷം മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പ്രഗത്ഭരായ ഒരു പ്രൊഡ്യൂസർ, ഇത്രയും സാമ്പത്തികമുള്ള, അത് പിന്നെ നമുക്ക് മനസ്സിലാകും ചെന്നൈയിൽ ആ സമയത്ത് പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഒരുപാടുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് നശിച്ചു കഴിഞ്ഞപ്പം ഉള്ള കൊച്ചുമക്കളിൽ പോലും എഫക്റ്റ് ചെയ്തു. പക്ഷേ അവരിപ്പോഴും രഹസ്യമായിട്ട് അപ്പച്ചനെ ഓർക്കുന്നു, അവരുടെ എല്ലാ രീതിയിലും അവരത് ഓർക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും പെട്ടെന്നുണ്ടായ ഇതിൽ നിന്ന് പുള്ളിക്ക് കരകയറാൻ പറ്റാഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ചെയ്ത കാരണം കോടികളുടെ ബാധ്യത, അന്നത്തെ കാലത്ത് ലക്ഷങ്ങളായിരിക്കാം ബാധ്യത. പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മാർഗ്ഗമില്ല, കടക്കാർ അങ്ങനെ വന്നപ്പം പുള്ളി ചെയ്ത കാര്യം. അപ്പോൾ അത് പ്രൊഡ്യൂസർമാർ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയില്ല. ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർക്ക് സേഫ്റ്റി ആണെന്ന്
ആണ് ഈ കഥ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.